മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കിപ്പോൾ ചേരുകയാണ്. ഇന്നിപ്പോൾ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി കോഴിക്കോട്ട് എത്തുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കൂടി അതിൻ്റെ ഭാഗമാണ്. അല്ല, ഇതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസമെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി എത്തിയതിൽ എന്തായാലും സന്തോഷമുണ്ട്. ശരിക്കും അദ്ദേഹം ഇവിടെ തുടക്കം മുതലേ ക്യാമ്പ് ചെയ്യണമായിരുന്നു. ഇനിയും വന്നു പോകാതെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ വന്ന് മുഖം കാണിച്ച് പോകാതെ ക്യാമ്പ് ചെയ്യണം. അത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. മുൻകാലങ്ങളിൽ അത് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം, ഒന്ന്, സിസ്റ്റം വളരെ ആക്റ്റീവായി നിൽക്കും. രണ്ട്, ജനങ്ങളിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. 2016 2021 സർക്കാരുകളുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രിമാർ ശൈലജ ടീച്ചറും വീണ ജോർജും ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. അന്നത്തെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരും ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് സാധാരണയാണ്, അതാണ് വേണ്ടത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സ്റ്റേഷൻ തൽക്കാലം കോഴിക്കോട്ടേക്ക് ആക്കുക. അന്നൊക്കെ അവരിവിടെ ക്യാമ്പ് ചെയ്യുമ്പോഴും ഇവിടെ ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ നിന്നുകൊണ്ട് സ്റ്റേറ്റാകെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കില്ല. അത്ര ഗുരുതരമായ സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഭരണകക്ഷി ചോദിക്കുന്നത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ചോദിക്കുന്നത്. നിപ്പ പടരുന്നില്ല, ഒരാൾക്ക് മാത്രമാണ് നിപ്പയുള്ളത്. സമ്പർക്ക പട്ടികയും അത്ര വിപുലമല്ല, അതുകൊണ്ട് രോഗലക്ഷണങ്ങളും സമ്പർക്ക പട്ടികയിലില്ല. അപ്പോൾ അത്ര ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവരും UDF-ൻ്റെ MLA-മാരൊക്കെ ചോദിക്കുന്നത്. ഒന്ന്, പടരാതിരുന്നത് അത് നമ്മളൊരു ടോസ് ഇടുമ്പോൾ ഹെഡ്സ് ഓർ ടെയിൽസ് എന്ന് പറയുന്നത് പോലെയാണ്. അത് എന്തെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ ഭാഗമല്ല. കേരളം ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനം. ഇന്ത്യയിലെ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് കേരളത്തിൽ. അപ്പോൾ നിപ്പ വന്ന ആദ്യഘട്ടത്തിൽ ഒരു പ്രോട്ടോക്കോൾ പോലും ഇല്ലായിരുന്നു. അന്ന് പ്രോട്ടോക്കോൾ വെച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കി ജനങ്ങളുടെ പടരാതിരിക്കാനുള്ള നീക്കങ്ങളെ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഇല്ല. ഇത് പടർന്നില്ല എന്നാണ്, പടരാത്തതല്ലല്ലോ പ്രശ്നം. ഒരു ഭാഗ്യമാണ്. അതെ, അതൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തെ പ്രശ്നം, ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള നിരവധി പേരുണ്ട്. അവരിൽ പലരും MLA എന്നുള്ള നിലയിൽ നമ്മളെയൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ അവരിൽ പലർക്കും പല ആശങ്കകളും പല സംശയങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അത് ചെയ്യാറ് കൺട്രോൾ റൂമിലിരുന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്നു കൊണ്ട്, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉദ്യോഗസ്ഥർ മാത്രമല്ലാതെ ഉദ്യോഗസ്ഥരെക്കാൾ ജനങ്ങളുമായി ബന്ധമുള്ളത് ജനപ്രതിനിധികൾക്കാണ്. അവർ ചോദിക്കുന്ന ആശങ്ക രണ്ടുപേരും ഒരുമിച്ച്, ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരുമിച്ച് മറുപടി പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഇത്തവണ വേണ്ട എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ഊർജ്ജസ്വലരാകും, ഇക്കാര്യത്തിൽ ജാഗ്രതയുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പോൾ ന്യായമായും പറയുന്നൊരു കാര്യം, ഒരു കോണ്ടാക്ട് ലിസ്റ്റിലുള്ള വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ഒരാൾ പറയുന്ന ന്യായമായ കാര്യം അവിടുത്തെ MLA കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ, അത് കേൾക്കുമ്പോൾ അത് കൂടുതൽ സൗകര്യമാണ് സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് ജില്ലയ്ക്ക് ഇപ്പോഴും ഒരു DMO ഇല്ല. DMO ഇല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെയുള്ളൊരു ജില്ലയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി 5 ദിവസം ആയിട്ടും വരാതിരുന്നത്. സാധാരണ DMO ഇല്ലെങ്കിൽ നിപ്പ വന്നാലെങ്കിലും ഒരു DMOയെ വെക്കണ്ടേ? ആരോഗ്യമന്ത്രിയുടെ ആബ്സെൻസ് ഈ നിപ്പ പ്രതിരോധത്തിൻ്റെ പാളിച്ചയായിരുന്നു, അത് ഗുരുതരമായ വീഴ്ചയായി എന്നാണ് ഇപ്പോഴും ആരോപിക്കുന്നത്. അല്ല, ഞങ്ങൾ ഒരു ആരോപണം നടത്തി ഒരു വലിയ പ്രക്ഷോഭം നടത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്നലെയും പറഞ്ഞിരുന്നു, ഈ സംവിധാനം ചലിപ്പിക്കാനും ഇത് ജനങ്ങൾ കർശനമായി പാലിച്ചു പോകാനും എന്താണോ ഒരു MLA എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് അത് ചെയ്യാനും, അതുപോലെ തന്നെ ഞങ്ങൾ പൊതുവെ സ്വീകരിച്ച അതാണ്. അല്ലാതെ ഇതാകെ ഒരു കുഴപ്പമാക്കാനല്ല. എന്നാൽ ന്യായമായ ചില കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുമ്പോൾ അസഹിഷ്ണുതയോടുകൂടി അതിനെ സമീപിക്കുന്നത് ശരിയല്ല. അപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ഈ ദിവസങ്ങൾ നടത്തിയ പ്രസ്താവനകൾ അതൊരു പക്വമായ പ്രസ്താവനകളല്ല. ഇന്നലെ രാവിലെ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവന പ്രതിപക്ഷത്തിനൊരു വടി കിട്ടിപ്പോയി എന്നുള്ള നിലയിൽ അടിക്കുകയാണ്. അതൊരു നിലവാരം താണ പ്രസ്താവനയാണ്. ഇത് ഒരു തവണയല്ല, അദ്ദേഹം തുടർച്ചയായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം, എല്ലാവരും യോജിപ്പിക്കണം. ഇതൊരു രാഷ്ട്രീയമായ ഷോ ആണെന്നാണ് എന്താ ജയന്ത് MLA പറഞ്ഞത്. അവിടെ കയറി രാഷ്ട്രീയക്കാരല്ല നിപ്പയെ പ്രതിരോധിക്കേണ്ടത്, കരുത്തരായ ആരോഗ്യ പ്രവർത്തകരുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇതിനൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ല. ഒരു സ്ഥലം MLA ആ സ്ഥലത്തെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ കൺട്രോൾ റൂമിൽ നിന്നും ബന്ധപ്പെടുന്നതിന് അവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലെ ഒരു ഷോ ആണോ? അങ്ങനെയാണോ? അതിനാണോ ജനങ്ങളെ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തത്? ജനങ്ങളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും ജനപ്രതിനിധികൾക്ക് സാധിക്കണം. ഇപ്പോൾ ഇവരുടെ പലരുടെയും നമ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു കൺട്രോൾ റൂം സംവിധാനം, ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നും
സംസാരിച്ച് അവർക്ക് ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഒരു MLA ഇരിക്കുന്നത് ന്യായമല്ലേ? അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രി വന്നോടുകൂടി ജാഗ്രത അത് പറയുന്നതിൽ ഒരു തെറ്റും പൊതുവെ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട പ്രശ്നം ഏകോപനം വേണം. അപ്പോൾ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പോലും രണ്ടഭിപ്രായമാണ് വന്നത്. ഇപ്പോൾ ഏകോപനം വേണം, എല്ലാവരും യോജിപ്പിക്കണം. ഇതിൽ ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നും നോക്കരുത്, എല്ലാവരും യോജിപ്പിക്കണം. മുഖ്യമന്ത്രി വന്നോടുകൂടി ആ ഒരു ഏകോപനത്തിലെത്തുന്നു പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ഇവിടെ നിൽക്കണം. ഇവിടെ കുറച്ച് ദിവസം ക്യാമ്പ് ചെയ്യണം, അദ്ദേഹം കാര്യങ്ങൾ ചെയ്യണം. ഇത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞപ്പോൾ എന്തിനാണ് ഞങ്ങൾ ആരോഗ്യമന്ത്രി വരേണ്ട ആവശ്യമെന്ന് പറഞ്ഞ് ഇതുപോലെ അസഹിഷ്ണുതയോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ചില UDFൻ്റെ നേതാക്കന്മാർ വിമർശിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായി? ആരോഗ്യമന്ത്രി വന്നില്ല. അപ്പോൾ വരണമെന്ന് ഞങ്ങൾ പറഞ്ഞ വാദം ശരിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയാൻ കാത്തിക്കണ്ടായിരുന്നു, ആദ്യത്തെ ദിവസം തന്നെ വരണമായിരുന്നു. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി കോഴിക്കോട്ടേക്ക് എത്തുന്നത്. അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നൊരാവശ്യം കൂടി MLA മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.